ക്ലോഷ്യൂസും സിറിഞ്ച് റബ്ബർ പ്ലഞ്ചേഴ്സും ലൂബ്രിക്കേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന കോട്ടിംഗ് മെറ്റീരിയൽ ഏതാണെന്നാണ് ക്വസ്റ്റ്യൻ. സിലിക്കൺ, ടെഫ്ലോൺ, ഫ്ലൂറോടെക്, ഓൾ ദ എബോവ്. സിലിക്കണ്, ടെഫ്ലോണും ഫ്ലൂറോടെക്കും മൂന്നും നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്ന ഏജന്റ് ആയിട്ട് അല്ലെങ്കിൽ കോട്ടിംഗ് ഏജന്റ് യൂസ്ഡ് ടു ലൂബ്രിക്കേറ്റ് ദ വയൽ റബ്ബർ ക്ലോഷ്യൂസ് ഓർ സിറിഞ്ച് റബ്ബർ പ്ലഞ്ചേഴ്സ്. റൈറ്റ് ആൻസർ ഈസ് ഡി. Next question, according to IP, the preparation passes the rabbit pyrogen test if. അതായത് റാബിറ്റ് പൈറോജൻ ടെസ്റ്റ് നമുക്കറിയാം. പൈറോജൻ എന്ന് പറയുമ്പോൾ ഇസ് എ മെറ്റബോളിക് പ്രോഡക്റ്റ് ഓഫ് ബാക്ടീരിയ. പൈറോജൻസ് ഉണ്ടെങ്കിൽ ശരീരത്തെ ബോഡി ടെമ്പറേച്ചർ കൂടും. നമ്മൾ യൂസ് ചെയ്യുന്ന റാബിറ്റ് എന്ന് പറയുമ്പോൾ ലെസ് ദാൻ 1.5 കിലോഗ്രാം വെയിറ്റ് ആണ്. ടെമ്പറേച്ചർ എന്ന് പറയുമ്പോൾ 38.5 ഡിഗ്രി ബോഡി ടെമ്പറേച്ചർ ഉണ്ടായിരിക്കണം. ഒരിക്കലും എബോവ് 39.8 ഡിഗ്രി സെൽഷ്യസ് വരാൻ പാടില്ല. അത് നമ്മൾ പഠിച്ചായിരുന്നു. അപ്പോൾ നമ്മൾ ഈ പേരൻട്രൽസ് നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുമ്പോഴത്തേക്കിന് 3 റാബിറ്റ്സിനെയാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. ആ 3 റാബിറ്റ്സ് ആണ് സെലക്ട് ചെയ്ത് ആ 3 റാബിറ്റ്സിൻ്റെ ഇൻഡിവിജ്വൽ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് 0.6 ഡിഗ്രി സെൽഷ്യസിൽ തന്നെ 3ൻ്റെയും കൂടെ സം അപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ആ ടെമ്പറേച്ചർ വേരിയേഷൻ എന്ന് പറയുന്നത് 1.4ൽ കൂടാൻ പാടില്ല. അപ്പോൾ ഏതായിരിക്കും ആൻസർ? 3 റാബിറ്റ്സ് ആണ് എടുക്കുന്നത് ഓഫ് 1.5 കിലോഗ്രാം ആൻഡ് ദ സം ഓഫ് ദ 3 temperature variations 4 degrees Celsius and individual temperature variations must lie less than 0.6 degree Celsius. So answer is C. The group of 3 animals does not exceed 1.4 degrees Celsius and if the response of individual rabbit is less than 0.6 degree Celsius. So answer is C. ഇനി ഞാൻ വേറൊരു ക്വസ്റ്റ്യനും കൂടെ പറയാം. ഇനി ആദ്യത്തെ ടെസ്റ്റ് ഫെയിൽ ആയിട്ടുണ്ടെങ്കിൽ രണ്ടാമത് നമ്മൾ വീണ്ടും ടെസ്റ്റ് ചെയ്യും. 5 റാബിറ്റിനും കൂടെ എടുക്കും, മൊത്തം 8 റാബിറ്റ്. അങ്ങനെ വരുമ്പോൾ ദ ഗ്രൂപ്പ് ഓഫ് 8 റാബിറ്റ്സ് ടെമ്പറേച്ചർ വേരിയേഷൻ ഡസ് നോട്ട് എക്സീഡ് എത്ര ഡിഗ്രി സെൽഷ്യസ് ആയിരിക്കും? അതും ചിലപ്പോൾ ചോദിക്കാം. അങ്ങനെ ചിലപ്പോൾ ചോദിക്കാം. രണ്ടാമത്തെ ടെസ്റ്റ്, ഇപ്പോൾ ആദ്യത്തെ ടെസ്റ്റ് നമ്മുടെ സ്റ്റാൻഡേർഡ് ലിമിറ്റിൽ വന്നിട്ടില്ല. അങ്ങനെയാണെങ്കിൽ നമുക്ക് വി ക്യാൻ കണ്ടിന്യൂ 3.4 അല്ല 3.7. പിന്നെ നമ്മൾ വി ക്യാൻ കണ്ടിന്യൂ ഇറ്റ് വിത്ത് 5 അനദർ റാബിറ്റ്സ് ആൻഡ് ടോട്ടൽ ഓഫ് ടെമ്പറേച്ചർ വേരിയേഷൻ among these 4 rabbits, its sum is not exceeding the limit of 3.7 degree Celsius. But individual rabbits response must be less than it should be less than 0.6 degree Celsius. Individual temperature rise എന്ന് പറയുന്നത് 0.6 degree Celsiusൽ താഴെ ആയിരിക്കണം. അതുപോലെ തന്നെ സം എടുത്തു കഴിഞ്ഞാൽ ടോട്ടൽ എടുത്തു കഴിഞ്ഞാൽ 8 റാബിറ്റിന് 3.7 ഡിഗ്രി. അപ്പം 1.4 ഡിഗ്രി സെൽഷ്യസ് 3 റാബിറ്റ്, 3.7 ഡിഗ്രി സെൽഷ്യസ് 8 റാബിറ്റ്. ഓക്കെ, രണ്ടാമത് എടുക്കുന്ന എണ്ണം എന്ന് പറയുന്നത് 5 റാബിറ്റിനെയാണ് എടുക്കുന്നത്. ആദ്യം 3 കഴിഞ്ഞിട്ട് പിന്നെ 5. ഓക്കെ, നെക്സ്റ്റ്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് റാബിറ്റ് പൈറോജൻ ടെസ്റ്റ്? Which of the following is not true about rabbit pyrogen test? It is based on fever response of rabbits. Dose given to rabbit is 10 ml per kg. Provides the actual amount of pyrogenic substance in formulation. Of either sex are used. Which of the following is not true? റാബിറ്റ് പൈറോജൻ ടെസ്റ്റിനകത്ത് നമ്മൾ 1.5 കിലോഗ്രാം മേൽ കുറയാത്ത റാബിറ്റുകളാണ് നമ്മൾ സെലക്ട് ചെയ്യുന്നത്. 3 എണ്ണമാണ് നമ്മൾ പൈറോജൻ ടെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്നത്, അല്ലേ? പിന്നെ നമ്മൾ പൈറോജൻസ് ആണ്, അപ്പം ഫീവർ റെസ്പോൺസ് തന്നെയാണ് നമ്മൾ എടുക്കുന്നത്. കാരണം ടെമ്പറേച്ചർ റൈസ് ആണ് ഇവിടെ നമ്മൾ മെഷർ ചെയ്യുന്നത്, അല്ലേ? ആണ്. അതുപോലെ തന്നെ ഡോസ് നമ്മൾ റാബിറ്റ്സിന് കൊടുക്കുന്നത് 0.5ൽ കുറയാൻ പാടില്ല. ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.5 ml per kg. പറയുന്നേക്ക് 0.5 ml per kg ആൻഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 ml per kg. രണ്ടെണ്ണമാണ് പറയുന്നത്. ഇറ്റ് ഷുഡ് നോട്ട് ബി ലെസ് ദാൻ 0.5 ml per kg ആൻഡ് ഷുഡ് നോട്ട് ബി മോർ ദാൻ 10 ml per kg. അപ്പോൾ ഇവിടെ 10 ml per kg പറഞ്ഞാൽ ഇറ്റ്സ് റൈറ്റ് ആൻസർ. So provides the actual amount of pyrogenic substances in formulation. പിന്നെ അതുപോലെ തന്നെ rabbits of either sex are used, either male or female.
Both 6 we can use for doing this pyrogen test. അപ്പോൾ C ആണ് എൻ്റെ റൈറ്റ് ആൻസർ. We cannot find out how much amount of the pyrogenic substance is present in the formulation. We can find out whether the pyrogen is present in the formulation, but we cannot find the exact amount of the pyrogen in the formulation. പറഞ്ഞ മനസ്സിലായല്ലോ. അപ്പോൾ the right answer is C. The false statement is it provides pyrogen test provides the actual amount of pyrogenic substance in formulation. Okay. Next question, regarding the intramuscular route of parenteral administration, which of the following is false? Large volume parenteral formulations are routinely administered intravenously. അത് ഈ ക്വസ്റ്റ്യനുമായിട്ട് യാതൊരു വിധ കണക്ഷനും ഇല്ല. ഇവർ ചോദിച്ചിരിക്കുന്നത് ഇൻട്രാമസ്കുലർ ആണ്. ലാർജ് വോളിയം പേരൻട്രൽസ് ഇൻട്രാവീനസ്ലി തന്നെയാണ് കൊടുക്കുന്നത്. ദർ ഇസ് നോ കണക്ഷൻ വിത്ത് ദിസ് ക്വസ്റ്റ്യൻ. അതുകൊണ്ട് അത് കംപ്ലീറ്റ്ലി നമുക്ക് റിമൂവ് ചെയ്യാം. നെക്സ്റ്റ്, സൊല്യൂഷൻ പേരൻട്രൽ ഫോർമുലേഷൻസ് മേ ബി അഡ്മിനിസ്ട്രേഡ് ഇൻട്രാമസ്കുലർലി. അതും റൈറ്റ് ആണ്, നമുക്ക് കൊടുക്കാം. എമൾഷൻ പേരൻട്രൽ ഫോർമുലേഷൻസ് മേ ബി അഡ്മിനിസ്ട്രേഡ് ഇൻട്രാമസ്കുലർലി. ഇൻട്രാമസ്കുലർലി നമുക്ക് എമൾഷൻ പേരൻട്രൽ ഫോർമുലേഷൻസ് കൊടുക്കാം, ഐ വിയും കൊടുക്കാം, ഐ എമ്മും കൊടുക്കാം. ഇനി ഇൻട്രാമസ്കുലർ അഡ്മിനിസ്ട്രേഷൻ ഓഫ് പേരൻട്രൽ ഫോർമുലേഷൻ പ്രൊവൈഡ്സ് എ റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ഡ്രഗ് ആക്ഷൻ. ഇൻട്രാമസ്കുലർ ഇഞ്ചെക്ഷൻ റാപ്പിഡ് ഓൺസെറ്റ് ഓഫ് ഡ്രഗ് ആക്ഷൻ തരും. അതാണ് അതിൻ്റെ റൈറ്റ് ആൻസർ. അത് ഫോൾസ് സ്റ്റേറ്റ്മെൻ്റ് ആണ്. ഇൻട്രാമസ്കുലർ അഡ്മിനിസ്ട്രേഷൻ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ എന്ന് പറയുന്നത് സ്ലോ ആയിരിക്കും. ഇറ്റ് പ്രൊവൈഡ്സ് സ്ലോ ഓൺസെറ്റ് ഓഫ് ആക്ഷൻ വെൻ വി ഗീവ് ദ മെഡിസിൻ ഇൻട്രാമസ്കുലർലി. Intravenously it increases onset of action, but intramuscularly there is that decreases the onset of drug action. So the right answer is D. Next question, with respect to parenteral formulations, which of following are false? The particle size of the suspended therapeutic agent affects the subsequent onset of drug action. അല്ലേ, സബ്സിക്വൻറ്റ് ഓൺസെറ്റ് ഓഫ് പാർട്ടിക്കിൾ സൈസ് അഫക്റ്റ് ചെയ്യുന്നുണ്ട് സസ്പെൻഷൻ്റെ കേസിൽ. അല്ലേ, സസ്പെൻഷൻ പേരൻട്രൽ ഡോസേജ് ഫോംസ് ആണെങ്കിൽ അതിൻ്റെ പാർട്ടിക്കിൾ സൈസ് ഓൺസെറ്റ് ഓഫ് ആക്ഷനെ അഫക്റ്റ് ചെയ്യുന്നുണ്ട്. ദെൻ മെജോറിറ്റി ഓഫ് വെറ്റിനറി പേരൻട്രൽ ഫോർമുലേഷൻസ് ആർ ഫോർമുലേറ്റഡ് ആസ് സസ്പെൻഷൻ. അതും റൈറ്റ് ആൻസർ ആണ്. മോസ്റ്റ് ഓഫ് ദ പേരൻട്രൽ വെറ്റിനറി ഫോർമുലേഷൻസ് ആർ ഇൻ സസ്പെൻഷൻ ഫോം. റൈറ്റ് ആൻസർ. മെജോറിറ്റി ഓഫ് ഇൻസുലിൻ ഫോർമുലേഷൻസ് ആർ അഡ്മിനിസ്ട്രേറ്റ് സബ്ക്യൂട്ടേനിയസ്ലി. അത് നമുക്കറിയാം, ഇൻസുലിൻ നമ്മൾ സബ്ക്യൂട്ടേനിയസ് ആയിട്ടാണ് നമ്മൾ കൊടുക്കുന്നത്, അല്ലേ. ഇൻക്രീസിങ് ദ പാർട്ടിക്കിൾ സൈസ് ഓഫ് സസ്പെൻഷൻ ഇൻക്രീസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഫോളോയിങ് ഇൻ IM അഡ്മിനിസ്ട്രേഷൻ. അതായത് പാർട്ടിക്കിൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ നമ്മുടെ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഡിക്രീസ് ചെയ്യുകയല്ല ചെയ്യുന്നത്, ഇൻക്രീസ് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇൻക്രീസിങ് പാർട്ടിക്കിൾ സൈസ് ദാറ്റ് ഇൻക്രീസസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ ഫോളോയിങ് IM അഡ്മിനിസ്ട്രേഷൻ. അതായത് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകുന്നത് പാർട്ടിക്കിൾ സൈസ് കുറഞ്ഞാലാണ്, സർഫസ് ഏരിയ കൂടിയാലാണ് പെട്ടെന്ന് അബ്സോർബ് ചെയ്ത് പോകുന്നത്. സോ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ പാർട്ടിക്കിൾ സൈസ് കുറയുന്ന സമയത്താണ് ഉണ്ടാകുന്നത്. പാർട്ടിക്കിൾ സൈസ് കൂടിക്കഴിഞ്ഞാൽ ദാറ്റ് ഇൻക്രീസസ് ദ ഡ്യൂറേഷൻ ഓഫ് ആക്ഷൻ. അതാണ് റോങ് ആൻസർ ഇവിടെ വരുന്നത്. സോ ദ ആൻസർ ഈസ് D. Increasing particle size of suspended therapeutic agent will decrease the duration of action following IM administration. Next, injection given in between two vertebra is known as. Injection given in between two vertebra is known as IV ആണോ IM ആണോ ഇൻട്രാതീക്കൽ ഇൻട്രാആർട്ടിക്കുലർ? ഇൻട്രാതീക്കൽ കുറച്ചുകൂടെ നല്ലൊരു ടേം എന്ന് പറയുന്നത് പെരിഡ്യൂറലാണ്. പെരിഡ്യൂറൽ എന്ന് പറഞ്ഞാൽ ഓപ്ഷനകത്ത് വരുവാണെങ്കിൽ പെരിഡ്യൂറലാണ് അതിൻ്റെ റൈറ്റ് ആൻസർ വരുന്നത്. ഇൻട്രാ ആർട്ടിക്കിൾ നമ്മൾ ജോയിൻസ് കൊടുക്കുന്നതാണ്, ബിറ്റ്വീൻ ദ ബോൺസ്, അല്ലേ. ജോയിൻസിൽ നമ്മൾ അഡ്മിനിസ്റ്റർ ചെയ്യുന്നതാണ് ഇൻട്രാ ആർട്ടിക്കുലർ എന്ന് പറയുന്നത്. സോ ഹിയർ ദ ആൻസർ ഈസ് ഇൻട്രാതീക്കൽ. നെക്സ്റ്റ്, ഡൈലുവൻറ്റ് യൂസ്ഡ് ഫോർ പേരൻട്രൽ പ്രിപ്പറേഷൻ. സോഡിയം മെറ്റാബൈസൾഫേറ്റ്, ബെൻസൈൽ ആൽക്കഹോൾ, സോർബിറ്റോൾ, സിട്രിക് ആസിഡ്. അത് സോഡിയം മെറ്റാബൈസൾഫേറ്റ്, ബെൻസൈൽ ആൽക്കഹോൾ അതൊക്കെ പ്രിസർവേറ്റീവ് ആണ്. സിട്രിക് ആസിഡ് സ്റ്റെബിലൈസർ ആണ്. സോർബിറ്റോൾ ആണ് റൈറ്റ് ആൻസർ വരുന്നത്. സോ ഡൈലുവൻറ്റ് യൂസ്ഡ് ഫോർ പേരൻട്രൽ പ്രിപ്പറേഷൻ ഈസ് സോർബിറ്റോൾ. ഓക്കെ. ഇത് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്.
ഫോർ സ്റ്റെറിലിറ്റി ടെസ്റ്റിംഗ് വിച്ച് ഓഫ് ദ ഫോളോയിങ് മീഡിയ ഈസ് യൂസ്ഡ്. നമുക്കറിയാം നമ്മൾ പേരൻട്രൽസിൻ്റെ അല്ലേ ഇവാലുവേഷൻ ചെയ്യുമ്പോൾ ചെയ്യുന്ന ഒരു ടെസ്റ്റാണ് സ്റ്റെറിലിറ്റി ടെസ്റ്റ്. വി യൂസ് ടു ഡിഫറെൻറ്റ് മീഡിയാസ്. വൺ ഈസ് സോയാബീൻ കസിൻ മീഡിയ ആൻഡ് these both culture media is used for doing sterility test for parental. So answer is C. Next question, which preservative is used in large volume parenterals? Which preservative is used in large volume parenterals? ഏതാണ്? Phenyl mercuric nitrate. No preservative is used. Phenyl mercuric acetate, benzalkonium chloride. ആ തിയറി ക്ലാസ്സിൽ ഞാൻ പറഞ്ഞു ലാർജ് വോളിയം പേരൻട്രൽസിന് നമ്മൾ എന്ത് ആഡ് ചെയ്യത്തില്ല, പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്യത്തില്ല. പ്രിസർവേറ്റീവ്സ് ആഡ് ചെയ്താൽ ഇറ്റ് മേ ഫെറ്റൽ ടു ദ ഹെൽത്ത് ഓഫ് ഹ്യൂമൻ ബീയിങ്സ്. സോ പ്രിസർവേറ്റീവ് ഈസ് ആഡഡ് ഇൻ ദ സ്മോൾ വോളിയം പേരൻട്രൽസ് ബട്ട് ഇറ്റ് ഈസ് നോട്ട് ആഡഡ് ഇൻ ദ ലാർജ് വോളിയം പേരൻട്രൽസ്. സോ ദ ആൻസർ ഈസ് ബി. So isotonicity and pyrogenicity test must for large volume parenterals. Disposable syringes are made up of. Disposable syringes are made up of transparent polystyrene, polytetrachloroethylene, glass, polypropylene. Which among these is the right answer? Disposable syringes are made up of transparent polystyrene. Allah, that is wrong answer. പോളിപ്രൊപ്പിലിൻ ആണ് റൈറ്റ് ആൻസർ. ഏതാണ്? പോളിപ്രൊപ്പിലിൻ. ഡിസ്പോസിബിൾ സിറിഞ്ചസ് ആർ മേഡ് അപ്പ് ഓഫ് പോളിപ്രൊപ്പിലിൻ. ആൻസർ ഈസ് ഡി. ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. ട്രാൻസ്പെറൻറ്റ് പോളിസ്റ്റൈറീൻ എന്നൊക്കെ പല ടെക്സ്റ്റ് ബുക്കിനകത്തും കൊടുത്തിട്ടുണ്ട്. ബട്ട് ദ റൈറ്റ് ആൻസർ ഈസ് പോളിപ്രൊപ്പിലിൻ ആണ്. ഡിസ്പോസിബിൾ സിറിഞ്ചസ് ആർ മേഡ് അപ്പ് ഓഫ് പോളിപ്രൊപ്പിലിൻ. കേട്ടല്ലോ? റൈറ്റ് ആൻസർ ഈസ് ഡി. വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ഈസ് യൂസ്ഡ് ടു ഐഡൻറ്റിഫൈ ദ ആൽക്കലൈനിറ്റി ഇൻ. അപ്പോൾ ഇത് നമ്മൾ അറിയണമെന്നുണ്ടെങ്കിൽ ഞാൻ ആ തിയറി ക്ലാസ്സിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു തോന്നുന്നു. പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റ് നമ്മൾ ചെയ്യുന്നത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 ഗ്ലാസ്സിനാണ്. വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിറ്റിക് റെസിസ്റ്റൻസ് ടെസ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് 2 ഗ്ലാസ്സിനാണ്. അതുപോലെ തന്നെ പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റിന് നമ്മൾ ഏതാണ് ടൈട്രൻറ്റ് യൂസ് ചെയ്യുന്നത്? 0.02 നോർമൽ സൾഫ്യൂരിക് ആസിഡ്. പക്ഷേ വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് അല്ലെങ്കിൽ ഹൈഡ്രോളിറ്റിക് ടെസ്റ്റ് അതായത് ടൈപ്പ് 2 ഗ്ലാസ്സിന് ചെയ്യുന്ന ടെസ്റ്റ് നമ്മൾ ടൈട്രൻ്റ് ആയിട്ട് യൂസ് ചെയ്യുന്നത് 0.01 നോർമൽ HCl. ബട്ട് ബോത്ത് ടെസ്റ്റ് വി യൂസ് മീഥൈൽ റെഡ് ആസ് ഇൻഡിക്കേറ്റർ. കാരണം മനസ്സിലായല്ലോ? ഇപ്പോൾ പൗഡേർഡ് ഗ്ലാസ് ടെസ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് 1 ആൻഡ് ടൈപ്പ് 3 ഗ്ലാസ്സിനാണ്. വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ചെയ്യുന്നത് ടൈപ്പ് 2 ഗ്ലാസ്സിനാണ്. ടൈപ്പ് 2 എന്ന് പറയുമ്പോൾ ട്രീറ്റഡ് സോഡ ലൈം ഗ്ലാസ്. നെക്സ്റ്റ്, വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് ഡെക്സ്ട്രോ സൊല്യൂഷൻ ഈസ് ഐസോട്ടോണിക് ഫോർ ലാർജ് വോളിയം IV? വിച്ച് കോൺസെൻട്രേഷൻ ഓഫ് ഡെക്സ്ട്രോസ് പല കോൺസെൻട്രേഷൻ നമ്മൾ ഹൈപ്പർടോണിക് സൊല്യൂഷൻ നമ്മൾ ഡെക്സ്ട്രോസിൻ്റെ കേസിൽ യൂസ് ചെയ്യുന്നുണ്ട്. പക്ഷേ അതിൻ്റെ ഐസോട്ടോണിക് സൊല്യൂഷൻ എന്ന് പറയുന്നത് 5% വെയ്റ്റ് ബൈ വോളിയം സൊല്യൂഷനാണ്. സോ ദ ആൻസർ ഈസ് സി. 5% വെയ്റ്റ് ബൈ വോളിയം solution of dextrose is isotonic. Next, which of the following oil are used as solvent in non-aqueous injection? Which of the following oil are used as solvent in non-aqueous injection? Non-aqueous injection പാക്ക് ചെയ്യുന്നത് ഏത് ഗ്ലാസ്സിലാണ്? ടൈപ്പ് 1 ആണോ, ടൈപ്പ് 2 ആണോ, ടൈപ്പ് 3 ആണോ? ടൈപ്പ് 3 ആണ്. അപ്പം നമ്മൾ ഓയിൽസ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിസൈം ഓയിലും ഒലിവ് ഓയിലും ഒക്കെ നമ്മൾ എന്തായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്? യൂസ് ദ സോൾവെൻറ്റ് ഇൻ non-aqueous injections. So the right answer is C. Next, vaccines and toxoids are precipitated and absorbed onto aluminum hydride media. This process results in a dosage form that in comparison to fluid forms. So the vaccines and toxins നമ്മൾ അലൂമിനിയം ഹൈഡ്രോക്സൈഡ് അല്ലെങ്കിൽ അതുപോലുള്ള അഡ്സോർബൻറ്റിനകത്ത് നമ്മൾ
പ്രസിപ്പിറ്റേറ്റ് ചെയ്തോ അല്ലെങ്കിൽ അബ്സോർബ് ചെയ്യുകയോ ചെയ്ത് നമ്മൾ കൊടുക്കുന്നതുകൊണ്ടുള്ള ഗുണം എന്താണെന്നാണ് ചോദിക്കുന്നത്. ഇപ്പോൾ സാധാരണ നമ്മളൊരു ഫ്ലൂയിഡ് ഫോംസിൽ കൊടുക്കുന്നതിനേക്കാളും നമ്മൾ ഇതുപോലെ അബ്സോർബിനകത്ത് അബ്സോർബ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാലുള്ള ഗുണം എന്താണ്? ഇറിറ്റേഷൻ ഈസ് ലോസ്റ്റ്, മോർ എഫക്റ്റീവ് ഓർ അബ്സോർബ്ഡ് സ്ലോലി, സ്റ്റെബിലിറ്റി ഈസ് ഇൻക്രീസ്ഡ്. റൈറ്റ് ആൻസർ ഈസ് സ്റ്റെബിലിറ്റി ഈസ് increased. We can improve the stability of vaccines giving it as an adsorbed form with aluminum hydroxide or other suitable media. So stability is increased. Next, which of the following vehicle is most appropriate for intravenous admixture of ampicillin 500 mg per 50 ml? നിങ്ങൾ അതിൻ്റെ ഡോസും കാര്യങ്ങളും നോക്കണ്ട. അതിൻ്റെ ഏതാണ് ആംബിസിലിൻ്റെ ഇൻട്രാവിനസ് മിക്സ്ചർ എന്ന് പറയുന്നത്. അതിൻ്റെ ഐസോട്ടോണിക് പ്രിപ്പറേഷൻ നമ്മൾ ഫോർമുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ആംബിസിലിനകത്ത് നമ്മൾ ഏത് ഇഞ്ചക്ഷനാണ് ആഡ് ചെയ്യുന്നത്, അല്ലെങ്കിൽ ഏത് വെഹിക്കിളാണ് ആഡ് ചെയ്യുന്നത്? 5% ഡെക്സ്ട്രോസ് ഇഞ്ചക്ഷൻ, 0.9% സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ, 5% ഡെക്സ്ട്രോസ് ആൻഡ് 0.9% സോഡിയം ക്ലോറൈഡ് സൊല്യൂഷൻ, 2.5% ഡെക്സ്ട്രോസ് ആൻഡ് 0.45% സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ. സിമ്പിൾ ഒരു ക്വസ്റ്റ്യൻ ആണ്. ആംബിസിലിൻ്റെ ഐസോട്ടോണിസിറ്റി നമ്മൾ അഡ്ജസ്റ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ യൂസ് ചെയ്യുന്ന വെഹിക്കിളാണ് 0.9% സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ. സോ ദ ആൻസർ ഈസ് 0.9% സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷൻ. ആൻസർ ഈസ് ബി. ഓക്കെ, 0.9% സോഡിയം ക്ലോറൈഡ് ഇഞ്ചക്ഷനാണ് ആഡ് ചെയ്യുന്നത്. ഓക്കെ, നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഈസ് റെൻഡേഡ് ഇനാക്റ്റീവ് ഇൻ പ്രസൻസ് ഓഫ്. പ്രിസർവേറ്റീവ് ഒക്കെ ആയിട്ട് ആഡ് ചെയ്യുന്നതാണ് പെരൻട്രൽസിനകത്ത്. സോ ഇത് നമ്മൾ ഇനാക്റ്റീവ് ആവുന്നത് എന്തിൻ്റെ പ്രസൻസിലാണ്? ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഈസ് റെൻഡേഡ് ഇനാക്റ്റീവ് ഇൻ പ്രസൻസ് ഓഫ് സോപ്സ്, ഇൻഓർഗാനിക് സോൾട്ട്സ്, ഓർഗാനിക് ആസിഡ്, കാറ്റോണിക് സർഫാക്റ്റൻറ്റ്. ആൻസർ ഏതാണ്? യെസ്, എ ആണ് ആൻസർ. സോപ്പാണ്. ബെൻസാൽക്കോണിയം ക്ലോറൈഡ് ഈസ് റെൻഡേഡ് ഇനാക്റ്റീവ് ഇൻ പ്രസൻസ് ഓഫ് സോപ്സ്. Next question. As per GMB, the permitted limit of solid contents in water for injection is. ഞാൻ പറഞ്ഞായിരുന്നു വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ കമ്പയർഡ് ടു ദ സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ. വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഹൗ ഇറ്റ് ഡിഫേഴ്സ് ബിക്കോസ് this water for injection does not contain pyrogens. And according to USP, the solid contents limit given for the water for injection is less than 10 parts per million. 10 parts per million എന്ന് പറഞ്ഞാൽ for every 1 liter 10 milligram of solids allowed. അല്ലേ, 10 parts per million ആണ് റൈറ്റ് ആൻസർ. നെക്സ്റ്റ്, വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഡിഫേഴ്സ് ഫ്രം സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആസ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം. ഇപ്പോൾ പറഞ്ഞതേ ഉള്ളത്. കാർബൺ ഡൈ ഓക്സൈഡും പ്രിസർവേറ്റീവ്സ് ആൻറ്റി ഓക്സിഡൻസ് ഒന്നും അല്ല. വാട്ടർ ഫോർ ഇഞ്ചക്ഷൻ ഡിഫർ ഫ്രം സ്റ്റെറൈൽ ഡിസ്റ്റിൽഡ് വാട്ടർ ആസ് ഇറ്റ് ഈസ് ഫ്രീ ഫ്രം pyrogens. ആൻസർ ഈസ് എ. Next question. Cryoscopic method is familiar in the calculation of isotonic solution. This method is based on molecular concentration of the drug, freezing point depression of drug, pH of the drug, none of the above. Cryoscopic method. നമ്മൾ ക്രയോ പ്രൊട്ടക്റ്റൻറ്റും ലയോ പ്രൊട്ടക്റ്റൻറ്റും ഒക്കെ നമ്മൾ ഏത് ലയോഫിലൈസേഷൻ, അതായത് നമ്മുടെ പേരൻട്രൽസിൻ്റെ സ്റ്റെബിലിറ്റി കൂട്ടുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ ചെയ്യുന്ന ഒരു മെത്തേഡാണ് ഫ്രീസ് ഡ്രൈയിങ് അല്ലെങ്കിൽ ലയോഫിലൈസ്. അതിനകത്ത് നമ്മൾ ക്രയോ പ്രൊട്ടക്റ്റൻസ് ആഡ് ചെയ്യുന്നതെന്ന് പറയുന്നത് പ്രിവെൻറ്റ്സ് ദ ക്രിസ്റ്റലൈസേഷൻ, ക്രിസ്റ്റൽ ഫോം ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രയോ പ്രൊട്ടക്റ്റൻസ്. ഫോർമേഷൻ നടക്കുന്ന സമയത്ത് ക്രിസ്റ്റൽസ് ഉണ്ടാകാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ക്രയോ പ്രൊട്ടക്റ്റൻസ് ആഡ് ചെയ്യുന്നത്. ലയോ പ്രൊട്ടക്റ്റൻസ് എന്ന് പറയുന്നത് പ്രിവെൻറ്റ്സ് ദ പ്രോട്ടീൻ ഫ്രം ഡീഗ്രഡേഷൻ. പ്രോട്ടീൻസ് ഡീഗ്രേഡ് ചെയ്യാതിരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് ലയോ പ്രൊട്ടക്റ്റൻസ്. ലയോ പ്രൊട്ടക്റ്റൻസ് ആയിട്ട് യൂസ് ചെയ്യുന്നത് ഗ്ലൈസിൻ, ആർജിനിൻ, തൈറോസിൻ പോലത്തെ അമിനോ ആസിഡ്സ് ആണ്. ലയോ പ്രൊട്ടക്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യുന്നത് സോർബിറ്റോൾ, ഗ്ലൂക്കോസ്, അതുപോലുള്ള സൂക്രോസ് ഒക്കെയാണ് നമ്മൾ ആഡ് ചെയ്യുന്നത്. മാൻറ്റോളും ലയോ പ്രൊട്ടക്റ്റൻസ് ആയിട്ട് ആഡ് ചെയ്യും. ഇനി ഇവിടുത്തെ ക്വസ്റ്റ്യൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഐസോട്ടോണിക് സൊല്യൂഷൻ്റെ കാൽക്കുലേഷൻ. ഐസോട്ടോണിക് സൊല്യൂഷൻ എപ്പോഴും നമ്മൾ ഫ്രീസിങ് പോയിന്റ് ഡിപ്രഷൻ. Cryoscopic method എന്ന് പറയുമ്പോൾ that is to find out the isotonic solution, how much percentage of the sodium chloride that required to make the
preparation isotonic with the. So that method is called as cryoscopic method. So that method is based on the freezing point depression of the drug. Freezing point depression of the drug. So the right answer is B. Last question. Water resistance of glass container are tested by measuring. Water resistance of glass container. Powdered glass test ആയാലും വാട്ടർ അറ്റാക്ക് ടെസ്റ്റ് ആയാലും നമ്മൾ എന്താണ് നമ്മളവിടെ ഫൈൻഡ് ഔട്ട് ചെയ്യുന്നത്? Amount of alkali released into the water, amount of acid released into the water, estimation of silicate level, turbidity. നമ്മളെപ്പോഴും കാൽക്കുലേറ്റ് ചെയ്യുന്നത് how much of the alkali released from the glass container into the parenteral product. So that is analyzed, so that is find out by titrating it with the titrant using methyl red as indicator. So how much of alkali released from the container. So that we need to check, and finally we fix the container whether it is suitable for the packing of parenterals. So the water resistance of glass container are tested by measuring the amount of alkali released into the water. So അതെങ്ങനെ കണ്ടുപിടിക്കുന്നത്? By measuring the volume of 0.02 normal or 0.01 normal HCl consumed. അതാണ് നമ്മൾ ടൈപ്പ് 1 എന്ന് പറഞ്ഞത്. 2 ml of 0.02 normal sulfuric acid is the limit for type 1. Type 2 എന്ന് പറയുമ്പോൾ type 3 എന്ന് പറയുമ്പോൾ it is 10 times of that value, that is 20 ml of 0.02 normal sulfuric acid consumed, as in case of ഏതാണ് type 3 glasses. So the right answer is first one, amount of alkali released into the water. Okay, thank you. Any doubts you can ask.